എല്ലാവർക്കും അലിസ് നാച്ചുറൽ ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ നമുക്ക് ഒരു ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ 2.5 കിലോ, ആവശ്യത്തിന് ഉപ്പ്, എണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചി ഒരു ചെറിയ പീസ്, വെളുത്തുള്ളി ഒരു കുടം, പച്ചമുളക് 6, 4 ചെറിയ സവാള, 4 ചെറിയ തക്കാളി, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. നമുക്ക് ഇത് ബാച്ചിലേഴ്സിന് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. എളുപ്പത്തിന് വേണ്ടി ഞാൻ പ്രഷർ കുക്കറിലാണ് ചിക്കൻ തയ്യാറാക്കുന്നത്. പ്രഷർ കുക്കറിനകത്ത് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നു. ഇതിൽ ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അരച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വന്നു. പച്ചക്കുത്ത് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സവാള ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുറവുണ്ട്, നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതായിട്ട് വാടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അടുക്കി പിടിക്കാതെ ഇരിക്കാൻ നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. തീ കുറച്ചിട്ടിട്ട് വേണം ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കാൻ. ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം, ഇല്ല എങ്കിൽ അടുക്കി പിടിച്ചു പോകും. ഇതിലേക്ക് ചെറിയ 4 തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. സോഫ്റ്റ് ആയി വരുന്നവരെ നമുക്ക് ചെറു തീയിൽ
ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ ഇളക്കി കൊടുക്കാം. തക്കാളി സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഒരിക്കലും പൊടികൾ കരിയാതെ നമുക്ക് ഇളക്കി നല്ല രീതിയിൽ കൊടുക്കാം. അല്പം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയും തക്കാളിയും എല്ലാം സോഫ്റ്റ് ആയി വരുന്നവരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. അല്പം ഉപ്പിന്റെ കുറവുണ്ട്. നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം പറ്റിപ്പോയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മിക്സി കഴുകിയ വെള്ളം, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ ആ മിക്സി കഴുകിയ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് വെള്ളത്തോളമുള്ളത് അതെല്ലാം കൂടി ഒഴിച്ച് ഞാൻ ഇളക്കി കൊടുക്കുക. പ്രഷർ കുക്കർ ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസിൽ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കി തുറന്നു കൊടുക്കാം. തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ എയർ പോയി കഴിയുമ്പോൾ തുറന്നു കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 or 3 വിസിൽ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. പ്രഷർ കുക്കറിൻ്റെ എയർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഷർ കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. തീ ഓൺ ആക്കി കൊടുത്തു. എല്ലാം കൂടി ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. പ്രഷർ കുക്കർ അടച്ച് നമുക്ക് 2 വിസിൽ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. പ്രഷർ കുക്കർ ഓപ്പൺ ആക്കിയപ്പോൾ അതിൽ വെള്ളമുണ്ടായിരുന്നു. ഞാൻ പതുക്കെ തീ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെള്ളം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. കറി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കറി ഞാൻ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.